എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ 2026 എത്തി നിൽക്കുകയാണ്. 2025 പേഴ്സണലി സാമ്പത്തികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടങ്ങൾ നൽകിയ, സ്ട്രെസ്സ് നൽകിയ ഒരു വർഷമാണ്. എന്നാൽ വർഷാവസാനം വലിയ കുഴപ്പമില്ലാതെ തിരിച്ച് കരകയറി എന്നുള്ളത് ആശ്വാസകരമായിട്ട് ഞാൻ ഓർത്തെടുക്കുകയാണ്. ലോങ് ടൈമിലേക്ക് ഞാൻ നടത്തിയിരുന്ന ചില നിക്ഷേപങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത റിട്ടേൺ നൽകിയതും, കയ്യിലിരുന്നത് ആരൊക്കെയോ നിർബന്ധിച്ച് കുറച്ച് വാങ്ങിപ്പിച്ചതൊക്കെ ആയിട്ടുള്ള സ്വർണ്ണമൊക്കെ ഇരട്ടി മൂല്യമായതും ഒക്കെ വലിയ സന്തോഷം നൽകിയ സംഗതികളാണ് എന്നുള്ളത് പറയാനായിട്ട് യാതൊരുവിധ മടിയില്ല. കുറച്ച് വർഷങ്ങളായിട്ട് വിപണിയിലുണ്ടായ മാറ്റങ്ങൾ, യുദ്ധങ്ങൾ, AI വിപ്ലവം, ഇതെല്ലാം കണ്ട് പല ആളുകളും ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എവിടെ പണം നിക്ഷേപിക്കണമെന്ന്. എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയകളുള്ള, വലിയ സ്ട്രാറ്റജികളുള്ള ഒരാളായിട്ട് ചിലർക്കെങ്കിലും തോന്നിയതിൽ എനിക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പരിപാടികളൊന്നും എനിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും എനിക്കുണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ചില സ്ട്രാറ്റജികൾ. അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നതാണോ എന്നുള്ളത് ഒന്ന് കേട്ട് നോക്കുക. സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് എന്നത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, അതൊരു സൈക്കോളജിയാണ്. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം അത് നഷ്ടപ്പെടാതെ നോക്കുക എന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 2026 ഞാൻ പിന്തുടരുന്ന എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, ഞാനൊരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല. എൻ്റെ രീതികൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ നിക്ഷേപ പദ്ധതികളെ കുറിച്ചിട്ട് പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നിങ്ങൾ എത്ര വലിയ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയാലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് തകരാനായിട്ട് ഒരു നിമിഷം മതി. അതുകൊണ്ട് 2026 എൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഷുറൻസുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് എടുക്കാൻ പേടിയുള്ളവർക്കും കൺഫ്യൂഷൻ ഉള്ളവർക്കും വേണ്ടിയാണ് ഡിറ്റോ ഇൻഷുറൻസ്. സർവോദയയുടെ പിന്തുണയുള്ള ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഇൻഷുറൻസ് അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ. എന്തുകൊണ്ടാണ് ഡിറ്റോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്, ഇതിൽ സ്പാം ഇല്ല. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിച്ച് വെറുപ്പിച്ച് നിർബന്ധിച്ചിട്ട് ഒരു സാധനവും നിങ്ങളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കില്ല. അതേപോലെ എക്സ്പെർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഡിറ്റോയിലെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ ഭാഷയിൽ, ഇപ്പോൾ മലയാളത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ എടുക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ ഒരു കോർ ഫിലോസഫി ഞാൻ പറയാം. എൻ്റെ എല്ലാ നിക്ഷേപങ്ങളും അത് ചെറുതാണെങ്കിൽ കൂടെ വളരെ ലളിതമായിട്ടുള്ള ചില തത്വങ്ങളിലാണ് നിലകൊള്ളുന്നത്. പ്രൊട്ടക്ട് ക്യാപിറ്റൽ ഫസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. വീട് പണിയുമ്പോൾ നമ്മുടെ തറ പണിയുന്നത് പോലെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലിന് വലിയ ആഘാതം വെക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. കാരണം എനിക്ക് വലിയ പാരമ്പര്യ സ്വത്തുക്കളുടെ പിൻബലമോ അല്ലെങ്കിൽ വലിയ കച്ചവട ലാഭങ്ങളോ ഒന്നും അങ്ങനെ വരാറില്ല. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ മിച്ചം പിടിച്ച് കൂട്ടി വെക്കുന്ന ആ ഒരു പണം ചുമ്മാ എവിടെയെങ്കിലും നഷ്ടത്തിൽ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയാറില്ലേ. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാണ് ഞാൻ കൂടുതലായിട്ട് നിക്ഷേപങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ലിക്വിറ്റി മാത്രം പോരാ, കുറച്ച് ഡെറ്റ് വേണം, കുറച്ച് ഗോൾഡ് വേണം. ഇപ്പോൾ സിൽവറിൻ്റെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നല്ലതാണ് എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പല സെക്ടറിൽ മികച്ച ലാഭം തരുന്ന കമ്പനികളിലേക്കൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് കമ്പനികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ TCS, റിലയൻസ് ഇൻഡസ്ട്രീസ്, നെസ്ലെ, HDFC ബാങ്ക്, അതേപോലെ അദാനി പവർ ഉണ്ട്. ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ യെസ് ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, അങ്ങനെ SBI, അങ്ങനെയൊക്കെ ഉള്ള ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ ലാഭം ലഭിക്കാറുണ്ട്. പക്ഷേ വലിയ നഷ്ടവും ചില സമയങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടുകളിൽ ഞാൻ നിക്ഷേപിച്ച, മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചത് പലതും വലിയ നഷ്ടത്തിലാണ്. പക്ഷേ വേറെ ചിലത് ലാഭത്തിൽ കയറുന്നതുകൊണ്ട് ടോട്ടൽ പോർട്ട്ഫോളിയോ ബാലൻസ് ആവും. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു ഗുണം. അതേപോലെ ഡെറ്റ് ഫണ്ടുകൾ നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെൻറ് ബോണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ടുകൾ, അതാകുമ്പോൾ FDയെക്കാളും കുറച്ച് അധികം കിട്ടുകയും ചെയ്യും, എന്നാൽ സേഫാണ്. അതേപോലെ ഗോൾഡും സിൽവറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ നഷ്ടങ്ങൾ വരാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ലാഭത്തിൽ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഇനി മൂന്നാമതായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് SIP മെത്തേഡിലാണ്. ഇപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഇന്ന തുക ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റും. അത് എത്ര കഷ്ടപ്പാടിലാണെങ്കിലും ഞാനങ്ങ് മാറ്റാറുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ഒരു വലിയ എമൗണ്ട് വന്നാലും ഞാൻ പൊതുവേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആളല്ല. മാർക്കറ്റ് കൂടുമ്പോൾ സന്തോഷിക്കാനും പിന്നെ കുറയുമ്പോൾ പേടിക്കാനായിട്ടും എനിക്ക് വലിയ കാര്യമായിട്ട് സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് മന്ത്ലി ഒരു സേഫ് എമൗണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. നാലാമതായിട്ട് ഞാൻ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ക്യാപിറ്റൽ പോകാതെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. FDയെക്കാളും കൂടുതൽ വളരെ സേഫായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി. അത്രമാത്രം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 100% ലാഭം തരും എന്നൊക്കെ പറയുന്ന തട്ടിപ്പിൻ്റെ പുറകെയൊന്നും പോവാറില്ല. പിന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം പെട്ടെന്ന് കയ്യിൽ കിട്ടണം. അല്ലാതെ വിൽക്കാൻ പറ്റാത്ത വസ്തുക്കളിൽ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബുദ്ധിയല്ല. ഞാനൊരു വീട് പണിതതും ആ ഒരു സ്ഥലത്തിൽ കുറേയധികം പണം ഇൻവെസ്റ്റ് ചെയ്തതും അത് പിന്നീട് എനിക്ക് വീട് ഉപയോഗം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വിൽക്കേണ്ട വന്ന സമയത്തുമൊക്കെ ഞാൻ ഫേസ് ചെയ്ത കുറേയധികം നഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതാണ് ഏറ്റവും സേഫ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? കഴിഞ്ഞ ദിവസം വൈഫും ഇതേ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെയൊക്കെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എൻ്റെ ചെറിയ സേവിങ്സാണ്, ചെറിയ തുകകളാണ്. ഇത് സ്റ്റോക്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല. എനിക്ക് അങ്ങനെ ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കയ്യിലുള്ളത് നഷ്ടപ്പെടാതെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു റിട്ടേൺ ഒക്കെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള, എനിക്ക് സമയം കളയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഒരിക്കലും ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നിട്ടില്ല. അപ്പോൾ അതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഓരോ കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് നോക്കിയിരിക്കാനായിട്ടൊന്നും സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത്. മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്കില്ലാത്ത ഒരു കഴിവ് അവിടുത്തെ ഫണ്ട് മാനേജേഴ്സിനുണ്ട്. അവർ പ്രൊഫഷണലായിട്ട് ഈ ഫണ്ടൊക്കെ, പണമൊക്കെ കൈകാര്യം ചെയ്തോളും. അവരുടെ അനുഭവ സമ്പത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ 30-40 കമ്പനികളിലൊക്കെ അപ്പോൾ തന്നെ നിക്ഷേപിച്ച് കഴിഞ്ഞു. സോ സംതൃപ്തിയുണ്ട്. എനിക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 50 കമ്പനികളിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെൻ്റൽ പീസ് ഉണ്ട്. മാർക്കറ്റ് വീഴുമ്പോൾ ഓരോ സ്റ്റോക്കും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിങ്ങനെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു 25,000 രൂപ ഒരിക്കൽ ITCയുടെ സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടി വിനിയോഗിച്ചതാണ്. എനിക്ക് നല്ല ലാഭമൊക്കെ ഇടക്കാലത്ത് കിട്ടി. ഞാനത് സെയിൽ ചെയ്തില്ല, ഹോൾഡ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി ഈ 2026-ലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു അസറ്റ് അലോക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നിനെ കുറിച്ചിട്ടും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഐഡിയ നിലവിലില്ല. ഞാൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ SIP ആയിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ടോട്ടൽ ഒരു അലോക്കേഷൻ എന്ന് പറയുന്നത്, എൻ്റെ പോർട്ട്ഫോളിയോയുടെ 55% എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ്. ശരിക്കും ഒരു വെൽത്ത് ക്രിയേറ്ററായിട്ട് നല്ല റിട്ടേൺസ് നൽകാൻ സാധ്യത ഉള്ളതായിട്ടൊക്കെ ഞാൻ കാണുന്നത് ആ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെയാണ്. പക്ഷേ അതിലൊരു മിക്സ് ഉണ്ട് കേട്ടോ. ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ ഒരു 25% ഞാൻ നിക്ഷേപിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഈ 55% ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 100 കമ്പനികൾ. ഇതാണ് പോർട്ട്ഫോളിയോയുടെ നട്ടല്. റിസ്ക് കുറവായിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുണ്ട്. ഇത് ഏതു ഭാഗത്തിൽ നിക്ഷേപിക്കാനായിട്ട് ഫണ്ട് മാനേജർക്ക് സ്വാതന്ത്ര്യമുള്ള ഫണ്ടുകളാണ്. അപ്പോൾ അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് ഏതെങ്കിലും ലാഭമുള്ളിടത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നമ്മുടെ ഇക്വിറ്റി ഫണ്ടുകളിലെ ഒരു 55%-ൽ 15% ഫ്ലെക്സി ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഒരു 15%. കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടി ഇത് മസ്റ്റാണ്. പക്ഷേ ഒരു 15% മാത്രമേ ഇതിലേക്ക് ഞാൻ മാറ്റിവെക്കാറുള്ളൂ. ഇതിൽ കൂടുതൽ വെക്കാറില്ല. കാരണം ഇത് ഭയങ്കര വോൾട്ടൈലാണ്. ഇത് പെട്ടെന്ന് കയറ്റിറക്കങ്ങളുണ്ടാവും, നഷ്ടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ 55% ഇട്ടല്ലോ. ഇനി ഡെറ്റ് ഫണ്ടുകളിൽ ഒരു 25% ഇടും. പലരും ഈ ഡെറ്റ് ഫണ്ടുകളെ ഒരു ബോറൻ ഫണ്ടായിട്ടാണ് നോക്കിക്കാണുന്നത്. ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു ഫണ്ട് ഇത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് ഇങ്ങനെയുള്ള ഫണ്ടുകളാണ്. ഇത് ഗവൺമെൻറ് ബോർഡുകളും കോർപ്പറേറ്റ് ഫണ്ടുകളൊക്കെയാണ്. FDയെക്കാളും കുറച്ച് കൂടുതൽ എന്നുള്ളത് മാത്രം നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സേഫ് ആയിരിക്കും. ഇനി മൂന്നാമതായിട്ട് ഗോൾഡ് ഫണ്ടുകളുണ്ട്. ഒരു 10% ഗോൾഡിലും സിൽവറിലും അങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങളിൽ നിക്ഷേപിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. സ്വർണ്ണം ഒരിക്കലും ലാഭത്തിന് വേണ്ടിയല്ല ഞാൻ പേഴ്സണലി വാങ്ങുന്നത്. അതൊരു ഇൻഷുറൻസ് അസറ്റ് പോലെയാണ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഹരി വിപണി തകരുമ്പോൾ സ്വർണ്ണ വില കൂടുന്നതായിട്ട് നമുക്ക് കാണാം. 2026-ലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ ഇതേപടി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിലനിൽക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് കുറച്ച് നാളുകൾ കൂടെ. സ്വർണ്ണം നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയെ സംരക്ഷിക്കാനായിട്ട് ഉതകുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ കാര്യമായിട്ട് നല്ല ഡൗൺ ആയിട്ട് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ ഇക്വിറ്റിയിലൊക്കെ നല്ല ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഈ ഗോൾഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം കുറയാതെ ഗോൾഡ് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്ത സിൽവറിൻ്റെ ഒരു ETF ഫണ്ടുണ്ട്. അതൊക്കെ എന്ത് നല്ല റിട്ടേൺ ആണ് നൽകുന്നത്. ചെറിയ തുകയ്ക്കൊക്കെ നല്ല റിട്ടേൺ. ഇതിനൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ പണി തരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് SIP മെത്തേഡിലാണ്.
ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരും. ഓരോ മാസവും എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് കുറച്ചെങ്കിലും ഒരു 200 രൂപയെങ്കിലും കൂട്ടിക്കൊണ്ട് വരാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ്. പിന്നെ ഈ പണം പോകുന്നത് എവിടെയൊക്കെ കറക്റ്റായിട്ട് പോകുന്നു, എവിടെയൊക്കെ ലാഭനഷ്ടമുണ്ട് എന്നുള്ളത് നോക്കുന്ന പരിപാടിയൊക്കെ ഞാൻ നേരത്തെ തന്നെ നിർത്തിയിരുന്നു. അങ്ങനെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാനിക് സെല്ലിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ടെൻഷനിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, റീബാലൻസിങ്. ഞാനത് റീസെൻ്റായിട്ട് മാത്രം ചെയ്ത ഒരു കാര്യമാണ്, മിക്ക ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്കതിനെക്കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ള യോഗ്യതയില്ല. കാരണം ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ കാര്യമായിട്ടുള്ള റിട്ടേൺ ഉണ്ടാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വീട് പണിത സമയത്ത് അടപടൽ അതൊക്കെ വിറ്റ് ഞാൻ വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് വലിയൊരു നഷ്ടത്തോടെ ഞാൻ ഇന്നും ഓർത്തു നോക്കുകയാണ്. കാരണം അന്ന് എനിക്കിതിനെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റീബാലൻസിങ് എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ AI സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പോർട്ട്ഫോളിയോ മുഴുവനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ ഫണ്ടിൽ എത്രയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഈ ChatGPTയോടോ അല്ലെങ്കിൽ ജെമിനിയോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. എന്നാൽ ഒരു ഉദാഹരണത്തിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കുതിച്ച് കയറിയെന്ന് വിചാരിക്കുക. എൻ്റെ 55% ഇക്വിറ്റി ഇപ്പോൾ 70% ആയെന്ന് കരുതുക. ഞാനപ്പോൾ എൻ്റെ എക്സ്ട്രാ വന്ന ആ ഒരു 15% ഡെറ്റിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിലൂടെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ പ്രൈസിൽ വിൽക്കുന്നു. തിരിച്ചും മാർക്കറ്റ് വീഴുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഡെപ്റ്റിൽ നിന്നിട്ട് പണം എടുത്തിട്ട് ഇക്വിറ്റി വാങ്ങാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുമാണ്. ഇങ്ങനെ റീബാലൻസ് ചെയ്യാനായിട്ട് പോകും. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിർത്തിയ എൻ്റെ ചില മോശം ശീലങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ടതുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ ഈ സ്റ്റോക്ക് നാളെ 100 മടങ്ങാകും, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പോൾ കാണാറില്ല. അങ്ങനെയുള്ള ചാനലുകളൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ലാഭവും നഷ്ടവും നോക്കിയിട്ട് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യുന്ന പരിപാടി ഞാൻ കംപ്ലീറ്റ്ലി നിർത്തിയ ഒരു പരിപാടിയാണ്. നിക്ഷേപം എന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു ഡിസിപ്ലിൻ കൂടിയാണ്. 2026 എൻ്റെ ഒരു സ്ട്രാറ്റജി വളരെ ബോറിംഗ് ആണ് എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു ബോറിംഗ് ആണ് ലോങ് ടൈമിൽ റിസൾട്ട് തരുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ വരുമാനവും റിസ്ക് എടുക്കാനായിട്ടുള്ള കഴിവും അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി. കണ്ണടച്ച് ആരെയും അനുകരിക്കാതിരിക്കുക. ഒത്തിരിയധികം ടിപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞൊരു ടിപ്പുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറക്കാതെ ഡിറ്റോയുടെ സൈറ്റിൽ പോയിട്ട് ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യുക. ഡിറ്റോയിലെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ ഭാഷയിൽ ഇപ്പോൾ മലയാളത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ എടുക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിക്ഷേപ രീതികൾ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കതിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.